ശബരിമലയിലെ അവതാരങ്ങളെ ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് മേൽശാന്തിമാർക്ക് സഹായികളെ ബോർഡ് നൽകും. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെ ഇതിനായി തിരഞ്ഞെടുക്കും. നിലവിലെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് ചില അവതാരങ്ങളെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇത്തവണ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം, മേൽശാന്തിമാരുടെ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പോലീസ് വെരിഫിക്കേഷൻ വേണം. ഞങ്ങളുടെ SP-യുടെ നേതൃത്വത്തിൽ, ഞങ്ങളുടെ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന ഉണ്ടാവും. മാത്രമല്ല ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ മേൽശാന്തിമാരോടൊപ്പം വരുന്നവരൊക്കെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളാണ്, അവർ തീരുമാനിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുന്നത്, ഞങ്ങളുടെ തന്നെ മേൽശാന്തിമാരുണ്ട് ഞങ്ങളുടെ അമ്പലങ്ങളിലുള്ള. അത് എങ്ങനെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഒരു 20 പേരെയാണ് അവർക്ക് ആവശ്യം. ആ 20 പേരെ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനെക്കുറിച്ചും ബോർഡ് ഗൗരവമായി ആലോചിക്കുന്നു. അത് ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. അത് അതിലേക്ക് പോകും ചിലപ്പോൾ. അതെ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് മാറ്റാനാണ് SP-യുടെ ഒരു ഡയറക്ഷൻ കൂടി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ മേൽശാന്തിമാർ ഒരുപാടുണ്ടല്ലോ ഞങ്ങൾക്ക്, അവരെ തന്നെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുവാനുള്ള ഒരു പരിശ്രമം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. സുതാര്യത വരണം. കാരണം പല മേൽശാന്തിമാരുടെയും കീഴ്ശാന്തിമാരായി വന്ന ആളുകളാണല്ലോ ഈ കുഴപ്പത്തിലേക്കൊക്കെ ചെന്ന് ചാടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആര്യയുണ്ട് വിവരങ്ങൾ നൽകാനായി. ആര്യ, മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു. ശബരിമലയിൽ ഇത്തരത്തിലുള്ള അവതാരങ്ങളുണ്ട്, ഈ അവതാരങ്ങളെയൊക്കെ ഒഴിവാക്കണമെന്ന് ദേവസ്വം ബോർഡ് അന്നും പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു ശുദ്ധി കലശം ശബരിമലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ആര്യ? തീർച്ചയായിട്ടും അജയ്, ശബരിമലയിലെ അവതാരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മേൽശാന്തിമാർക്ക് സഹായികളെ ബോർഡ് നൽകും എന്നുള്ളതാണ്. പോലീസ് വെരിഫിക്കേഷനിലൂടെ മാത്രമേ സഹായികളെ തീരുമാനിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മേൽശാന്തിമാരെ സഹായികളെ അതിന് ബോർഡായിരിക്കും. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളെ മേൽശാന്തിമാരെ ആയിരിക്കും ഇതിനായിട്ട് തിരഞ്ഞെടുക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നിലവിലെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതൊക്കെ തന്നെ ഈ ചില അവതാരങ്ങളാണ് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. സ്വർണ്ണപ്പാള വിഷയത്തിൽ ശരിയായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ തന്നെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ദേവസ്വം പ്രസിഡന്റിനെതിരെയുള്ള പരാമർശം നീക്കാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിന് എന്തു തന്നെ ആയാലും ഇനി പോലീസ് വെരിഫിക്കേഷനിലൂടെ മേൽശാന്തിമാർക്ക് സഹായികളെ തീരുമാനിക്കുന്നത് ബോർഡ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശബരിമല മേൽശാന്തിയുടെ സഹായികളെ ദേവസ്വം ബോർഡ് തന്നെ തീരുമാനിക്കും. ഇതിനായി 20ഓളം വരുന്ന മേൽശാന്തിമാരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്. ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ആര്യ കൊച്ചിയിൽ.